അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് മുന്നേ ഞാനൊരു ബട്ടർ ചിക്കൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഉള്ളിയൊന്നും ചേർക്കാതെ വയറ്റാതെ നിമിഷ നേരം കൊണ്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുക്കർ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എല്ലോട് കൂടിയ 1 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലില്ലാതെ ചിക്കനും ഉപയോഗിക്കാം. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മസാലകൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. 2 വലിയ പഴുത്ത തക്കാളി, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തീരെ ഉള്ളി ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം. കുക്കർ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഓയിലും ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളിക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കൂട്ടിലെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില ചെറുതായി മുറിച്ചത്, കുറച്ച് കസൂരി മേത്തി ഇതുപോലെ കയ്യിലിട്ടിട്ട് ഒന്ന് തിരുമ്മി കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അപ്പം 1 വിസിൽ തന്നെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നല്ല വെള്ളം പോലെയാണെന്നുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ഞാനിവിടെ 15 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് നല്ല മിനുസത്തിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളടുത്ത് അണ്ടിപ്പരിപ്പില്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഒഴിച്ചു കൊടുത്ത അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് വെന്ത് കിട്ടാൻ വേണ്ടി സമയമെടുക്കും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അപ്പം കുറച്ച് തണിഞ്ഞതിന് ശേഷം വേണം അത് ചേർത്ത് കൊടുക്കാൻ. കറി ഒന്ന് ചെറുതായി ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് തേനാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തേൻ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കർ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.